ചേട്ടാ നമസ്കാരം. നമസ്കാരം. രണ്ട് വിധികൾ. ഇന്ന് വന്ന രാജ്യം കാത്തിരുന്ന രണ്ട് വിധികൾ. അത് രണ്ടും നടന്നിരിക്കുന്നത് പ്രബുദ്ധം എന്ന് അറിയപ്പെടുന്ന രണ്ട് സംസ്ഥാനങ്ങളിലാണ്. ഒന്ന് കേരളം. കേരളത്തിൽ ഷാരോൺ എന്ന് പറയുന്ന ഒരു പാവം ചെറുപ്പക്കാരനെ വിശ്വാസവഞ്ചന നടത്തി വിശ്വസിച്ച് വിളിച്ചു വരുത്തി കഷായം കുടിപ്പിച്ച് അയാളുടെ ആന്തരിക അവയവങ്ങൾ ദ്രവിച്ചു പോകുന്ന രീതിയിൽ അയാളെ മരണം വരെ അയാളെ ഒരു അതിക്രൂരമായ രീതിയിൽ മരണത്തിന് വിട്ടുകൊടുത്ത ഗ്രീഷ്മ എന്ന് പറയുന്ന ആ ഒരു യുവതി, അവർക്ക് തൂക്കുകയറാണ് ഇന്ന് വിധിച്ചിരിക്കുന്നത് കോടതി. പല ആൾക്കാരും പറയുന്നത് ഷാരോണിന്റെ വിധി, ഷാരോണിന്റെ മരണമൊഴിയിൽ ഗ്രീഷ്മ പാവമാണെന്ന് പറയുന്നത് കൊണ്ട് ഗ്രീഷ്മ രക്ഷപ്പെട്ടു പോകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല, തൂക്കുകയറി കിട്ടി. എന്തായാലും ഇത് ഹൈക്കോടതിയിലേക്കൊക്കെ പോകുമ്പോൾ ഇത് കുറച്ച് ജീവപര്യന്തമായിട്ട് കൊടുക്കുകയായിരിക്കും. അതുകൊണ്ടായിരിക്കാം ആഹ് ഈ കീഴ്ക്കോടതി മാക്സിമം ശിക്ഷ കൊടുത്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തത് നമ്മുടെ രാജ്യം മുഴുവൻ കാത്തിരുന്ന ഒരു വിധിയാണ്. ആർജിക്കർ ആശുപത്രി കൊൽക്കത്തയിൽ ഒരു യുവതി ബലാത്സംഗം ചെയ്യപ്പെടുന്നു. അവരൊരു ഡോക്ടറാണ്, മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ്, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ്. അവിടെ അവർ ബലാത്സംഗം ചെയ്യപ്പെടുന്നു. രണ്ടാം നിർഭയ പിറന്നു എന്നാണ് യഥാർത്ഥത്തിൽ ആ കേസിനെ രാജ്യം മുഴുവൻ വിശേഷിപ്പിച്ചത്. പക്ഷെ ആ കേസ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഏറ്റെടുത്തിട്ടില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ അത് തൊട്ടിട്ടില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ ഹത്രാസ് തൊട്ടു, കത്വ തൊട്ടു, ഡൽഹി തൊട്ടു, അങ്ങനെ പല കാര്യങ്ങളും തൊട്ടു. പക്ഷെ ആർജിക്കർ ആശുപത്രിയുടെ കേസ് കേരളത്തിലെ മാധ്യമങ്ങൾ കമാശിമ എന്നൊരു അക്ഷരം മിണ്ടാൻ തയ്യാറായില്ല. ഇന്ത്യ മുന്നണിയുടെ കൂലിപ്പടയാളിയായിട്ടുള്ള ധ്രുവ് റാഠി ഒരു അക്ഷരം പോലും അതിനെക്കുറിച്ച് മിണ്ടാനുള്ള ഒരു മാന്യത കാണിച്ചിട്ടില്ല. മിണ്ടിയപ്പോൾ പുള്ളിക്കാരൻ എന്താ പറഞ്ഞതെന്നറിയാമോ? അനിമൽ സിനിമയെ വിമർശിക്കുകയായിരുന്നു. അതായത് അനിമൽ സിനിമയിൽ സ്ത്രീകളുടെ വസ്ത്രധാരണം, സ്ത്രീകളെ നടക്കുന്ന രീതി, ഇതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ആ പാട്രിയാർക്കി, അതൊക്കെ കൊണ്ടായിരിക്കാം സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ വിമർശനമായിരുന്നു. കൊൽക്കത്ത മുഴുവൻ അതിഭീകരമായിട്ട് കത്തുകയായിരുന്നു. ആ പ്രതിഷേധം ഡൽഹിയിലേക്ക് വ്യാപിച്ചു. എന്തിനു പറയുന്നു? രാജ്യമെമ്പാടുമുള്ള ഡോക്ടർമാർ, മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ ഒരു ദിവസം പണിമുടക്കി. നമ്മുടെ കേരളം വരെ സ്തംഭിച്ചു. എന്നിട്ട് പോലും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അത് ലൈവ് കൊടുക്കാനോ അതൊന്ന് കവർ ചെയ്യാനോ അവർ തയ്യാറായിട്ടില്ല. കാരണം അവർക്ക് ബി ജെ പിക്കെതിരെയുള്ള ഒരു നീക്കമല്ലായിരുന്നല്ലോ അത്. അത് മമതാ ബാനർജിക്കെതിരെയുള്ള ഒരു നീക്കമായിരുന്നു. മമതാ ബാനർജി കിടുങ്ങി കേന്ദ്രത്തിന്റെ കാല് പിടിക്കുന്ന അവസ്ഥ അവസാനം കണ്ടു. അവസാനം കേന്ദ്രം നിയമം കൊണ്ടുവന്നു. ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്നവർക്കെതിരെ ഒരു ശിക്ഷാ നടപടി എന്താണെന്നുള്ള നിയമം കൃത്യമായിട്ട് കേന്ദ്രം കൊണ്ടുവന്നു. ഇപ്പൊ അതിലെ വിധി പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ നമ്മൾ കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഇത്രയും വേഗം ഇത് വിചാരണ പൂർത്തിയാക്കി അതിലൊരു വിധി പുറപ്പെടുവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ വിധി എന്ന് പറയുന്നത് ആ പ്രതിക്ക്, സഞ്ജയ് റോയ് എന്നാണ് ആ പ്രതിയുടെ പേര്, തൃണമൂൽ കോൺഗ്രസ്സുകാരനാണ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. അയാളെ ജീവിതാവസാനം വരെ ജയിലിലിടണം, ജീവപര്യന്തം, അതായത് ജീവിതാന്ത്യം വരെ അയാൾ ജയിലിൽ തുടങ്ങണം എന്നാണ് വിധി വന്നത്. 17 ലക്ഷം രൂപ മമതാ ബാനർജി സർക്കാർ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് കൊടുക്കണം. ഞങ്ങൾക്കത് വേണ്ട എന്ന് ആ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട്. സർക്കാരിനുള്ള രൂക്ഷ വിമർശനം ആ വിധിക്കകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഈ രണ്ട് കേസുകൾക്കും പല പല രാഷ്ട്രീയ മാനങ്ങളുണ്ട്, പല പല സാമ്യതകളും. എന്തൊക്കെയാണ്? നമ്മള് ധനുഷ് സൂചിപ്പിച്ച കണക്ക് ഈ ആർജക്കർ നടന്ന ഈ ബലാത്സംഗ കൊലപാതകം, അത് തുടക്കം മുതൽ തന്നെ ന്യൂസ് ഇന്ത്യ മലയാളം അതിന്റെ അപ്ഡേഷൻസ് കൊടുക്കാറുണ്ടായിരുന്നു. കൊലയുടെ വാർത്ത വന്നത് മുതൽ ഇന്ന് വരെ ഇന്നലെയും നമ്മൾ കൊടുത്തിരുന്നു അതിന്റെ വിധി വരുന്നു എന്നുള്ളത്. കാരണം നമ്മളെ സംബന്ധിച്ച് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു. അതിന് ഒരുപാട് രാഷ്ട്രീയ മാനങ്ങളുണ്ട്. ഒരു കൊലയ്ക്ക് അപ്പുറത്തേക്ക് ഒരു രാജ്യം തന്നെ പുതിയ നിയമനിർമ്മാണം വരെ നടത്തിയ ഒരു കൊലപാതകം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇന്നിപ്പോ നമ്മുടെ രാജ്യം ഉറ്റുനോക്കിയ രണ്ട് വിധികളായിരുന്നു. ഒന്ന് നമ്മുടെ കേരളത്തിൽ, ഇതിനകത്ത് വലിയ രസകരമായ കാര്യം വെച്ചാൽ ഈ രണ്ട് സംസ്ഥാനങ്ങളും CPM ഭരിച്ച്, ഒരിടത്ത് ഭരിക്കുന്നു, ഒരിടത്ത് ഭരിച്ചിരുന്ന സംസ്ഥാനം രണ്ട്, കേരളം പോലെയാണ് ബംഗാൾ എന്നാണ് നമ്മളോട് സാധാരണ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ പറയാറില്ല. അങ്ങനെയൊക്കെയുള്ള എന്തോ അതൊക്കെ യാദൃശികം മാത്രമാണ്. പക്ഷെ എങ്കിലും ഇപ്പൊ ഈ തിരുവനന്തപുരത്തെ ഗ്രീഷ്മയുടെ കേസിലേക്ക് വരുമ്പോൾ അത് ആ കൊലപാതകത്തിന്റെ വ്യത്യസ്തത കൊണ്ടാണ് അത് ശ്രദ്ധേയമാകുന്നത്. ഈ കഷായത്തിൽ വിഷം കൊടുത്ത് കൊന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിന് കുറച്ചുകൂടെ മീഡിയ അറ്റൻഷൻ കൂടുതൽ കിട്ടിയത്. മറ്റൊന്ന്, അത് 24 വയസ്സ്, അപൂർവം എന്ന് പറയുന്ന ഒന്ന്, അതിന്റെ കൊല നടത്തിയ രീതി അങ്ങനെ ആയതുകൊണ്ടാണ്. പിന്നെ ആ കേസിൽ കുറച്ചുകൂടെ ശ്രദ്ധ നേടാൻ കാരണം ഈ പെൺകുട്ടി ഇവിടെ മാധ്യമങ്ങളോടൊക്കെ ആദ്യ സമയത്തൊക്കെ സംസാരിക്കുമ്പോൾ നടത്തിയ ചില ബൈറ്റുകളും മറ്റുമൊക്കെയാണ്. അങ്ങനെ വളരെ ശ്രദ്ധ നേടിയ ഒരു കാര്യം, കൗമാരക്കാരുടെ ഒരു പ്രണയമാണ്. ആ പ്രണയത്തിന്റെ ചതികളും ഒക്കെ ആയിട്ട് ഒരു സാധനം, അതിന് ഒരുപാട് വശങ്ങളും സൈഡ് സ്റ്റോറികളൊക്കെ മാധ്യമങ്ങൾക്ക് വഴിയൊരുക്കിയ ഒന്നാണ് ഗ്രീഷ്മ ഷാരോൺ ബന്ധങ്ങളും ഒക്കെ.
കുറെ അശ്ലീലം, റൊമാൻസും, കൊലപാതകവും, പകയും ഒക്കെ നടങ്ങിയ ഒരു വലിയ ഒരു കൊലപാതകം. അത് അപൂർവമായ കേസാണ്. എനിക്ക് തോന്നുന്നത് ഈ പാമ്പ് കൊത്തിച്ച് കൊല്ലുന്ന ഒരു കേസ് നമ്മുടെ കൊല്ലത്ത് ഉണ്ടായിരുന്നു, വിസ്മയ എന്ന് സൂരജ് പറയുന്നത്. സൂരജ് അത് മുത്രൈ അല്ല, സൂരജ് മുത്രൈ, സൂരജിന് വിസ്മയ ഉത്തരയിൽ. എം വി അപ്പൊ ഡി ആ മോട്ടോർ. ആ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ അപ്പം ഈ പാമ്പ് അതെ അതെ. കൊത്തിച്ച് കൊല്ലുന്നത് നമ്മള് കരുതിയത് ഇന്ത്യയിൽ ആദ്യമായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. മധ്യപ്രദേശിലുമൊക്കെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊന്ന കേസുകൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. പിന്നുള്ളത് നമ്മുടെ കേരളത്തെ ഞെട്ടിപ്പിച്ച ഒരു കൊലപാതക പരമ്പര ഈ കൂടത്തായി ജോളിയുടേതായിരുന്നു. പക്ഷെ ജോളി. സൈനൈഡിന്റെ പരിപാടികൾ നേരത്തെ തന്നെ ക്രൈം റെക്കോർഡ്സിൽ ഉള്ളതാണ് ഉം. നമ്മുടെ രാജ്യത്ത്. പക്ഷെ അതെ. കഷായത്തിൽ ഇത് ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കഷായം എന്നൊരു സാധനത്തിനകത്ത് ഇത് ആദ്യമാണ്. അതൊക്കെ കൊണ്ട് പല വെറൈറ്റി ഉള്ള കേസ് ആയിരുന്നു. അതിന് ഒരു അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് കോടതി കൊടുത്തത്. ഒപ്പം തന്നെ അതിന്റെ പോലീസ് ഓഫീസേഴ്സും ഇവിടെ ശ്രദ്ധിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. കേരളത്തിൽ ഈ ഗ്രീഷ്മയുടെ ഈ സംഭവം, ഈ ഷാരോണിന്റെ മരണം നടന്നതിന് ശേഷം പോലീസും അതിന്റെ അന്വേഷണവും നടത്തിയ പഴുതടച്ചുള്ള അന്വേഷണവും അവരുടെ ആത്മാർത്ഥതയും വളരെ പെട്ടെന്ന് ഇത് കോടതിയിൽ എത്തിക്കാനും ശിക്ഷ വാങ്ങിക്കൊടുക്കാനും കഴിഞ്ഞു. നേരത്തെ ധനുഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭീഷ്മിക്ക് വധശിക്ഷ കിട്ടില്ല, അതിനുള്ള വകുപ്പില്ല എന്ന് പറഞ്ഞവർ പോലും അവരുടെ പോലും വായടപ്പിച്ചുകൊണ്ട് ഒരു നല്ല അന്വേഷണം നടത്താൻ കേരള പോലീസിന് കഴിഞ്ഞു. അന്വേഷണത്തിലെ പിഴവുകളായിരുന്നു പശ്ചിമ ബംഗാളിലെ ആർജേക്കർ കേസ്. അതാണ് ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം. നമുക്ക് ഏതായാലും ആർജേക്കർ കേസാണ് നമ്മളെ സംബന്ധിച്ച് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് എന്ന് നമുക്ക് തോന്നുന്നു. കാരണം അതെ അതെ ഈ അതെ. ഗ്രീഷ്മയുടെ കേസ് എല്ലാവരും ചർച്ച ചെയ്തൊരു കേസാണ്, ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കേസുമാണ്. അതിനകത്ത് നമ്മളൊരു നാഷണൽ മീഡിയ എന്ന നിലയിൽ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് റോളുകളൊന്നും തന്നെ ഇല്ല. ആർജേക്കർ കേസിലേക്ക് വരുമ്പോൾ ഈ ആർജേക്കർ കേസിന്റെ തുടക്കം മുതൽ തന്നെ ഇതിനകത്ത് ഒരു വലിയ അലംഭാവമാണ്. ഈ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി ആദ്യം കാണുന്നു. അത് ഈ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിലായിരുന്നു. അതിനു മുൻപ് ഈ പെൺകുട്ടി അവരുടെ സുഹൃത്തുക്കളുമായി സംസാരിച്ച് ഈ സെമിനാർ ഹാളിൽ ഇരുന്നത്. അതിനുശേഷമാണ് ഈ മരണം നടന്നിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ മരണം നടന്നിട്ട് പിറ്റേ ദിവസമൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള ഈ കോളേജിലെ തന്നെ അവരുടെ സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും ഒക്കെ ചെറിയൊരു പ്രതിഷേധം നടത്തുന്നു, പ്രതികളെ പിടികൂടണമെന്ന് പറയുന്നു. ഈ മമതാ ബാനർജി അനങ്ങിയില്ല എന്നുള്ളതാണ് അതിനകത്ത് യാഥാർത്ഥ്യം. അതിനുശേഷം അവർ പറയുന്നു ഗ്യാങ് റേപ്പ് ആണ് എന്നാണ് ഇവർ ആദ്യം തൊട്ടേ പറയുന്നത്. ഗ്യാങ് റേപ്പ് ആണ് ഇത്. ഈ സർക്കാർ തന്നെ ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു. പോലീസ് സ്വാഭാവികമാണ്, അവരൊട്ടും അനങ്ങുന്നില്ല. ഇങ്ങനെ കുറെ കാര്യങ്ങളിലേക്ക് പോകുന്നു. അതിനുശേഷം ഈ കുട്ടിയുടെ ബലാത്സംഗ ഫോറൻസിക് റിപ്പോർട്ട് വരുമ്പോഴാണ് ധനുഷ് നേരത്തെ സൂചിപ്പിച്ച കണക്ക് രണ്ടാം അഭയ കേസ് രണ്ടാം നിർഭയ കേസ് എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. കാരണം നിർഭയക്ക് ഈ റേപ്പിൽ ഉണ്ടായ മുറിവുകൾ എന്തൊക്കെയായിരുന്നു, ശരീരത്തിലുണ്ടായ മുറിവുകൾ എന്തൊക്കെയായിരുന്നു, അതുപോലെ തന്നെ നിഷ്ഠൂരമായ ഇല്ലെങ്കിൽ അതുപോലെ തന്നെ ക്രൂരമായ മുറിവുകളായിരുന്നു ഈ കൊല്ലപ്പെട്ട വനിതാ ട്രെയിനി ഡോക്ടർക്കും ആർജക്കറും സംഭവിച്ചത്. അതുകൊണ്ടാണ് അതിനെ രണ്ടാം നിർഭയ എന്ന് പറയുന്നതിന് കാരണം അതാണ്. അതായത് പ്രതി ബലാത്സംഗം ചെയ്യൽ ഒരു എന്താ പറയുക അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുകയായിരുന്നു. അപ്പൊ വീണ്ടും ഈ സമരം സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നീട് ഇതിന്റെ CCTV ദൃശ്യങ്ങൾ, ഒരു കോളേജാണ്, മെഡിക്കൽ കോളേജാണ്, നമുക്കറിയാം, CCTV ഒക്കെ ഉള്ളതാണ്. CCTV ദൃശ്യങ്ങളെല്ലാം കാണാതാകുകയാണ്. ഒടുവിൽ ഈ പറയുന്ന പ്രതി സഞ്ജയ് റോയ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് ഈ സെമിനാർ ഹാളിന്റെ അവിടേക്ക് പോകുന്നത് പിന്നീടുള്ള CCTV ദൃശ്യങ്ങൾ ലഭ്യവുമല്ല. തുടർന്ന് ഈ സഞ്ജയ് റോയ് ആണ് ഇതിന്റെ പിന്നിൽ എന്ന ഒരു ആരോപണം ഉയരുന്നു. ഈ സഞ്ജയ് റോയിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഞ്ജയ് റോയ് ഒരു ക്രിമിനലാണ്. ഇതിനു മുൻപും ബലാത്സംഗ കേസിൽ പ്രതി ആയിരുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം അവിടുത്തെ ഒരു പോലീസ് വോളണ്ടിയറായി പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള ഒരാൾ പോലീസ് എങ്ങനെ സേനയിൽ തന്നെ. പോലീസിൽ വന്നു? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ പശ്ചിമ ബംഗാളിലെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി തിരികെ കയറ്റിയവരാണ് അവിടുത്തെ പോലീസിന്റെ ഒരു വലിയ വിഭാഗം. അവരാണ് അവിടുത്തെ എല്ലാ അക്രമങ്ങൾക്കും ഒപ്പം തന്നെ എല്ലാ വൃത്തികേടുകൾക്കും കൊടപിടിക്കുന്നതും മറ്റുമൊക്കെ. ഈ പോലീസ് സേന, ഇതിപ്പം മമതാ ബാനർജി മാത്രം കുറ്റം പറയാൻ കഴിയില്ല. മുമ്പ് CPM വരുന്നപ്പോഴും ഇത് തന്നെയാണ് അവർ ചെയ്തിരുന്നത്. അവരുടെ ഒരു സേന പോലെ ഇതിനെ യൂസ് ചെയ്യുകയും അവിടെ നടക്കുന്ന ബലാത്സംഗങ്ങളായാലും കൊലപാതകങ്ങളായാലും വീട് കത്തിക്കലായാലും ഒക്കെ ഒരു നടപടികൾ എടുക്കാതെ മുമ്പോട്ട് പോവുകയാണ്. അതായത് അവർ തിരികെ കയറ്റുന്ന ആളുകളുണ്ടല്ലോ, അവരുടേതായ ആളുകൾ, ഈ എന്താ പറയുന്നത്, അവരുടെ പാർട്ടിക്കാരും അവരുടെ ഗുണ്ടകളെയുമാണ് ഈ പോലീസിന്റെ എടുക്കുക. ഇത് പോലീസ് ഇവിടെ പല ആദ്യമായിട്ടല്ലല്ലോ ചേട്ടാ മമതാ ബാനർജിയുടെ ഈ സർക്കാരിന്റെ കീഴിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത്. സിംഗൂര് നമ്മൾ കണ്ടതല്ലേ, എന്ത് ബ്രൂട്ടൽ ആയിട്ടാണ് അവിടെ സ്ത്രീകൾ ആക്രമിക്കുന്നത്. അവിടെ ഹിന്ദു സ്ത്രീകൾ പലായനം ചെയ്യേണ്ടി വന്നു എന്ന വാർത്ത ഞാൻ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ ഒരു മാധ്യമങ്ങളും ഇത് പറഞ്ഞിട്ടില്ല, ഈ ആർജികർ പറഞ്ഞിട്ടില്ല. അതിനു മുമ്പ് അവിടെയുള്ള കുഗ്രാമങ്ങളിൽ സ്ത്രീകളെ ആക്രമിക്കുകയാണ്, അത് പറഞ്ഞിട്ടില്ല. മമതാ ബാനർജി അവിടെ എന്താണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ? ഈ സ്ത്രീകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തി പറയും.
അവിടെ ഈ ശരിക്കും അവിടുത്തെ പോലീസ് സേന എന്ന് പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ബ്രാഞ്ച് പോലെ വർക്ക് ചെയ്യുന്ന ഒരു സേനയാണ്. ഇതുകൊണ്ട് തന്നെയാണ് പല കേസുകളും കേന്ദ്രം ഡയറക്ടറായിട്ട് ഇടപെടാൻ വന്നു. നമുക്കറിയാം നമ്മുടെ ഈ രാജ്യത്ത് കേട്ടുകേഴ്വില്ലാത്ത സംഭവമാണ് ED ഉദ്യോഗസ്ഥന്മാരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത്, തടയുന്നു. NIA ഉദ്യോഗസ്ഥന്മാരെ തടയുന്നു. CBI ഓഫീസ് വളഞ്ഞ്, അതും ആരാണ്? മമതാ ബാനർജി ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് കൊൽക്കത്തയിലെ CBI ഓഫീസ് വളഞ്ഞ് തന്റെ മന്ത്രിയെ മോചിപ്പിക്കണം, പിടിയിലായ മന്ത്രിയെ മോചിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. ഒടുവിൽ ഈ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഈ CBI ഓഫീസിന് നേരെ കല്ലെറിയുന്നു. ആ വിഷയം അടക്കം ന്യൂസിന്റെ മുമ്പ് വാർത്ത ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെയുള്ള ഒരു കുത്തഴിഞ്ഞ ക്രമസമാധാന അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ ഇല്ലാത്തൊരു സംസ്ഥാനം ഇന്ത്യയിലെ പശ്ചിമ ബംഗാൾ മാത്രമാണ്. പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനം പശ്ചിമ ബംഗാൾ മാത്രമാണ്. നമ്മൾ ചുമ്മാ കഥയിലും കവിതയിലും നമുക്ക് ബംഗാൾ പറ്റിയ സംഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അവിടുത്തെ ഒരു അവസ്ഥ. ഈ പെൺകുട്ടിയുടെ ഒരു ബ്രൂട്ടൽ മരണം നടക്കും. അവസാനം ഇയാളാണ് പ്രതികൾ എന്നുള്ളത് മമതാ ബാനർജിയുടെ പോലീസിനും മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ അവർക്ക് ഇത് കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ബാക്കി മമത ഈ ജനങ്ങൾക്ക് ഇത് കണ്ടെത്താൻ പ്രതികളെ പ്രതികളെ മുഴുവൻ മമത സംരക്ഷിക്കാനുള്ള ശ്രമമാണല്ലോ നടത്തിയത്. ആ ഹോസ്പിറ്റലിൽ ഈ അതെ ബലാത്സംഗം ചെയ്ത ആ ബിൽഡിംഗ് മമത രൂപമാറ്റം വരുത്താനായിട്ട് അതിന്റെ ഒരു ചെവരി ഇടിച്ചു മാറ്റുന്നു എന്നുള്ള റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ പ്രിൻസിപ്പാളിനെ പുറത്താക്കണം എന്നുള്ള ഇത് വന്നപ്പോൾ ആ പ്രിൻസിപ്പാളിനെ സ്ഥാനക്കയറ്റത്തോടുകൂടി മറ്റൊരു മെഡിക്കൽ കോളേജിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ള റിപ്പോർട്ട് ഞാൻ വായിച്ചു. മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. ഇത് ഒരു കാരണവശാലും ഈ സമരം അടിച്ചമർത്താൻ കഴിയില്ല എന്ന് വന്നപ്പോൾ ഈ സമരക്കാർക്ക് നേരെ ഗുണ്ടകളെ ഇറക്കി വിട്ട് ആക്രമിക്കുകയാണ്. അതോടുകൂടിയാണ് ഈ സമരം യഥാർത്ഥത്തിൽ രാജ്യമെമ്പാടും ഒരു ശ്രദ്ധ ആകർഷിച്ചത്. അപ്പോഴും കേരളത്തിലുള്ള മാധ്യമങ്ങളെ വേണ്ടിയിട്ടില്ല കേട്ടോ, അത് നമ്മൾ പറയാം. അത് ശരിയാ. പക്ഷെ അത് ഇതിനകത്ത് നേരത്തെ പറഞ്ഞ സിംഗൂരിന്റെ കേസിൽ അങ്ങനെയല്ല സംഭവിച്ചത്. സിംഗൂരിൽ ഈ പ്രശ്നം ഉണ്ടാക്കിയ സ്ത്രീകളെ മുഴുവൻ അടിച്ചൊതുക്കാൻ വേണ്ടി ഗുണ്ടകളെ ഇറക്കി. എന്തോ ഒരു ഖാൻ ഉണ്ടായിരുന്നു, അവരുടെ ഒരു മെയിൻ നേതാവാണ് തൃണമൂൽ കോൺഗ്രസ്, ഓർക്കുന്നില്ല അദ്ദേഹത്തിന്, ഷാജഹാൻ ഖാനോ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. ഒന്ന് ഒളിവിൽ പോയി മമതയ്ക്ക് ഗത്യന്തരമില്ലാതെ അറസ്റ്റ് ചെയ്യേണ്ടി വന്ന ഒരു വ്യക്തി. അപ്പൊ ഈ പെൺകുട്ടിയുടെ മരണം പിന്നീട് അവിടുത്തെ വിദ്യാർത്ഥികൾ സമരത്തിലേക്ക് ഇറങ്ങും. അപ്പോഴും ഈ രാജ്യത്ത് ഒരു ഞെട്ടലും ആർക്കും ഇല്ല. ഖത്രയില്ല, ഇല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളില്ല. വടക്കോട്ട് നോക്കിയിരിക്കുന്ന മലയാള മാധ്യമങ്ങൾ പോലും ഈ വാർത്ത വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ സമരം അവിടെ ഭയങ്കര ശക്തമാകുന്നു. അവിടെ ശക്തമായതിനു ശേഷം ഡൽഹിയിൽ എയിംസ് ഉൾപ്പെടെയുള്ളിടത്ത് വളരെ ശക്തമാകും. എന്തിനേറെ പറഞ്ഞ് കേരളത്തിൽ പോലും ഇവിടുത്തെ ഈ മെഡിക്കൽ രംഗത്ത് ഉള്ളവർ ഒരു ദിവസം പണിമുടക്കി, മെഡിക്കൽ വിദ്യാർത്ഥികൾ പണിമുടക്കി. അങ്ങനെയൊക്കെ പോകുമ്പോഴും ഇത് ഇവിടെ ഒരു വാർത്തയല്ല. അത് നേരത്തെ പറഞ്ഞത് ഈ വൺ സൈഡ് ജേർണലിസത്തിന്റെ ഒരു കുഴപ്പമാണത്. ഏതായാലും അതിനുശേഷം ഈ സമരം ശക്തി പ്രാപിച്ചതിന് ശേഷം ഈ പശ്ചിമ ബംഗാളിലെ വനിതകൾ, അതായത് ഈ കുട്ടികൾക്ക് പിന്തുണയുമായിക്കൊണ്ട് സ്ത്രീകൾ തെരുവിലിറങ്ങി. അവര് ആദ്യം നടത്തിയ ഒരു പ്രകടനം ഈ മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമായിരുന്നു പശ്ചിമ ബംഗാളിലെ തെരുവുകളിൽ ആദ്യം ഇറങ്ങി. പിന്നീട് ഈ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം എല്ലായിടത്തും വിരാമം സ്ത്രീകൾ രംഗത്തേക്ക് എത്തുകയാണ്. അവിടെ അത് BJP-യോ CPM-ന്റെ കോൺഗ്രസിനോ പിന്തുണയോടുകൂടിയൊന്നും അല്ല. അതിനുശേഷമാണ് ഈ പ്രക്ഷോഭങ്ങൾ കത്തി പടർന്നതിന് ശേഷമാണ് BJP സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും മറ്റും നടത്തുകയും വലിയ ലാത്തിച്ചാർജ് ഉണ്ടാകുകയും ചെയ്തത്. ഇതിനൊക്കെ വളരെ ശേഷമാണ്. ഇവരുടെ ഈ പിള്ളേരുടെയും ഈ സ്ത്രീകളുടെയും ഒക്കെ പ്രതിഷേധം വലിയ രീതിയിൽ ഉയർന്നു വന്നു. ആ പ്രതിഷേധത്തിന്റെ വലിയ അലയലുകൾ കണ്ടപ്പോഴാണ് BJP പോലും പ്രത്യക്ഷത്തിൽ ഇതിന്റെ ഒരു സമര രംഗത്തേക്ക് എത്തുന്നത്. പക്ഷെ അതിനകത്ത് കുട്ടികളെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കില്ല. കുട്ടികൾ തുടക്കം മുതലേ പറഞ്ഞത് ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ മരണം വരെ ഇത് പോരാടുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ആർജക്കർ ഹോസ്പിറ്റലിലെ ഈ യുവ ഡോക്ടർമാരും MBBS സ്റ്റുഡൻസും എല്ലാം അന്ന് ഒരു സ്ട്രോങ് സമരം, ഒരു സമരപ്പന്തൽ കെട്ടി സമരം തുടങ്ങി. ഈ സമരപ്പന്തൽ മമത ഗുണ്ടകളെ വെച്ച് പൊളിച്ചു കളഞ്ഞു. അത് ഈ കുട്ടികളോട് ചെയ്യാൻ പറ്റുന്ന എല്ലാ, ഈ സമരക്കാരോട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ദ്രോഹവും അവർ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത് രാജ്യവ്യാപകമായി, രാജ്യം മുഴുവൻ ഇത് ഏറ്റെടുത്തു. അതിന്റെ പിന്നിൽ BJP പ്രത്യക്ഷമായി രാജ്യവ്യാപകമായ സമരങ്ങൾക്ക് അവരുടെ മഹിളാ മോർച്ച ഒക്കെ രംഗത്തിറക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു, പല മധ്യപ്രദേശികൾ അടക്കമുള്ള പ്രകടനത്തിൽ. അങ്ങനെ നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ അവസാനം ഇത് കൈവിട്ടു പോകുന്ന ഒരു രീതിയിലേക്ക് വന്നു. ഒരുപക്ഷെ ഇത് വലിയൊരു പ്രക്ഷോഭമായി വരുന്നു. മമതയെ ഉണ്ടാക്കിയെടുത്തിരുന്ന ഒരു ഇമേജ്, അതായത് പശ്ചിമ ബംഗാളിന് അപ്പുറത്തേക്ക് മമതയ്ക്ക് ഒരു ഇമേജ് മാധ്യമങ്ങൾ നൽകുന്നുണ്ടല്ലോ. ഇന്ത്യ മുന്നണിയുടെ ഒരു മുന്നണി പോരാളിയാണ്, മോദിയെ വിറപ്പിക്കുന്നതാണ്, അങ്ങനെ ആ ഇമേജിന് കോട്ടം തട്ടും എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മമതാ ബാനർജി നേരെ മോദിയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡൽഹിയിൽ പോയിട്ട് അന്ന് മോദിയോട് അഭ്യർത്ഥിച്ചത് ഈ സമരം തീർക്കുന്നതിനായിട്ടായിരുന്നു. പക്ഷെ അവിടെയും ശ്രദ്ധേയമായ ഒരു കാര്യം, നരേന്ദ്രമോദി ആദ്യം ഒരു പ്രസ്താവന നടത്തുകയായിരുന്നു. ഇതിന്റെ നിങ്ങൾ സമാധാനപരമായിരിക്കണം, അത് നീതി നടപ്പാവുക തന്നെ ചെയ്യും, പ്രതി പിടികൂടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അപ്പോഴും അതിന്റെ ഒരു തീഷ്ണത കുറഞ്ഞിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു സ്റ്റേറ്റ്മെന്റോട്, പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടി ഈ സമരത്തിന്റെ ഒരു
ആ വലിയൊരു പ്രശ്നം ഒന്ന് അയഞ്ഞിട്ട് കേന്ദ്രം മുൻപോട്ട് വെച്ചൊരു ഓപ്ഷനായിരുന്നു CBI അന്വേഷണം പ്രഖ്യാപിക്കുക എന്നുള്ളത്. കാരണം പോലീസിൽ വിശ്വാസമില്ല, പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും വിശ്വാസമില്ല, കുട്ടികൾക്കും വിശ്വാസമില്ല, ആർക്കും വിശ്വാസമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും CBIയിലേക്ക് ഈ കേസ് അന്വേഷണം പോകുന്നു. ഈ അവസരത്തിലാണ് കേന്ദ്ര സർക്കാർ ഒരു നിയമനിർമ്മാണം നടത്തിയത്. അത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ആരോഗ്യ പ്രവർത്തകരെ ആക്രമിച്ചു കഴിഞ്ഞാൽ ജാമ്യം കിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു 6 മാസം മുതൽ 6 വർഷമോ 10 വർഷമോ വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായിട്ട് ഒരു നിയമനിർമ്മാണം ഇന്ത്യയിൽ നടത്തിയായിരുന്നു. അമിത്ഷാ ആയിരുന്നു അമെന്റ്മെന്റ് കൊണ്ടുവന്നത്. അത് ഈ കേസിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷിതമായി വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത്. കാരണം പശ്ചിമ ബംഗാളൊക്കെ പോലെയുള്ള നമ്മുടെ ഈ കേരളത്തിൽ പോലും പലപ്പോഴും ഈ ആരോഗ്യ പ്രവർത്തകരെ മെഡിക്കൽ കോളേജിലൊക്കെ വെച്ച് ആക്രമിക്കുന്ന കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു വൈകാരികപരമായ ആക്രമണമല്ല. ഇത് ഒരു ബലാത്സംഗമാണ്. ഇവിടെ നമ്മുടെ കേരളത്തിലൊന്നും നമ്മൾ അങ്ങനെ ഒരു ബലാത്സംഗം കേട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ കോവിഡ് കാലത്തെ കണ്ട് ഈ ആംബുലൻസിൽ വെച്ചൊരു പീഡനം നടന്നിട്ടുള്ളതല്ലാതെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടില്ല. അപ്പൊ ഏതായാലും ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറുന്നു. രാജ്യം ഏറ്റെടുക്കുന്നു. രാജ്യത്ത് ആദ്യമായിട്ടൊരു നിയമനിർമ്മാണം നടക്കുന്നു ഈ ആരോഗ്യ പ്രവർത്തകരുടെ അവരെ ഈ അറ്റാക്ക്. അങ്ങനെ ഒടുവിൽ മമത ഈ CBI ഏൽപ്പിക്കുന്നു. CBI ഏൽപ്പിച്ചതിന് ശേഷം CBI വളരെ വേഗത്തിൽ തന്നെ കേസിൽ മുമ്പോട്ട് വരും. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ കേസ് CBI ഏൽപ്പിക്കുമ്പോൾ ഇതിന്റെ ഫയലുകളും മറ്റും കൊടുക്കാനോ മറ്റു തെളിവുകളോ കൊടുക്കാനോ പോലീസ് തയ്യാറായിരുന്നില്ല. ഇത് അവസാനം കോടതിയാണ് പറയുന്നത് നിങ്ങൾ ആ ഡീറ്റെയിൽസുകൾ അവർക്ക് നൽകൂ, ബാക്കിയുള്ള ഡീറ്റെയിൽസ്. അവസാനം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ള തെളിവുകൾ മുഴുവൻ നശിപ്പിക്കപ്പെട്ടു. അവസാനം CBIക്ക് ഇത് തെളിയിക്കാൻ പറ്റുന്ന ശാസ്ത്രീയപരമായ തെളിവുകൾ, DNA ടെസ്റ്റും മറ്റു മുടിയും മറ്റുമൊക്കെ വെച്ചിട്ടാണ് ഇത് തെളിയിക്കാൻ പറ്റിയത്. അതും ഇത് ഈ കേസിൽ വളരെ ഒരു വലിയ വഴിത്തിരിവാണ്. അതായത് പ്രതിയെ പിടിച്ചില്ലെന്നത് പോട്ടെ, അതിനുള്ള തെളിവുകൾ തന്നെ പോട്ടെ. നേരത്തെ ധനുഷ് സൂചിപ്പിച്ച കണക്ക് അവിടുത്തെ ആ ഹോസ്പിറ്റലിനെ തന്നെ ഇടിച്ചു നിരത്തി വേറൊരു രൂപം വെക്കുക എന്ന് പറഞ്ഞാൽ തെളിവുകൾ പിന്നെ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. അവിടെയാണ് ഈ സഞ്ജയ് റോയിലേക്ക് എത്തുന്നത്. തുടക്കം മുതലേ ഉയർന്നു കേൾക്കുന്ന പേരും ഈ സഞ്ജയ് റോയുടേതാണ്. ആദ്യം ഇത് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് ഒരു കൂട്ടബലാത്സംഗം എന്ന രീതിയിലായിരുന്നെങ്കിൽ പിന്നീട് ഇത് കൂട്ടബലാത്സംഗമല്ല, ഈ സഞ്ജയ് റോയ് എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് ചെയ്തത്. അയാൾ ഒരു ക്രിമിനലാണ്. അയാളുടെ മെയിൻ പരിപാടി തന്നെ ഈ ബലാത്സംഗം ചെയ്യുക, ഈ സ്ത്രീകളോട് ക്രൂരത കാട്ടുക എന്നുള്ളതാണ്. അവസാനം ഈ പ്രതിയെ പിടികൂടുന്നു. മനസ്സിലാ മനസ്സോടെ ആണെങ്കിൽ പോലും പിന്നെ കാണുന്നത് ഇതിന്റെ ഇടയിൽ ചർച്ച നടക്കുന്നുണ്ട്. അതും ഇന്ത്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ചർച്ചകളാണ്. ഇതിനിടയിൽ മമതാ ബാനർജി പലവട്ടം ഈ സമരക്കാരെ ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ട്. എവിടെയാ വിളിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് ആദ്യത്തെ തവണ വിളിച്ചത് ഈ മമതാ ബാനർജിയുടെ ഒഫീഷ്യൽ വസതിയിലേക്കായിരുന്നു ചർച്ചയ്ക്ക് വിളിച്ചത്. അന്ന് ഇവർ ചർച്ചയ്ക്ക് ചെല്ലുന്നു. ചെന്നതിന് ശേഷം ഈ ചർച്ച എങ്ങും എത്താതെ അലസിപ്പിരിയുന്നു. അതിനുശേഷം മമത വീണ്ടും പറയുന്നു, നിങ്ങളെ ഞങ്ങൾ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ കുട്ടികൾ അവിടെ എടുത്തൊരു സ്റ്റാൻഡ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മമതാ ബാനർജിയുടെ ജീവിതത്തിൽ, അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു തിരിച്ചടി നേരിട്ട സമയമാണ്. കുട്ടികൾ പറഞ്ഞത്, ഇല്ലെങ്കിൽ ഈ കുട്ടികളെന്നാണ് ഞാൻ പറയുന്നില്ല, ഈ സമരം ചെയ്തവർ പറഞ്ഞത്, നിങ്ങളുടെ സൗകര്യത്തിനല്ല ഞങ്ങൾ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്, ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ വരണം. മമതാ ബാനർജിയോടാണ് പറയുന്നത്, മുഖ്യമന്ത്രിയോടാണ് പറയുന്നത്. വന്നാൽ നമുക്ക് ചർച്ച നടത്താം. എന്നിട്ട് അവർ മുൻപോട്ട് വെച്ചൊരു ഡിമാൻഡ് ഒരു ഓപ്പൺ ചർച്ചയാകണം, മാധ്യമങ്ങളും എല്ലാം പങ്കെടുക്കുന്ന ഒരു ഓപ്പൺ ചർച്ച വേണം. പക്ഷെ അത് സ്വാഭാവികമായിട്ട് സർക്കാർ അനുവദിക്കില്ല, ഒരു സർക്കാരും അനുവദിക്കില്ല. അതുകൊണ്ട് അത് നടന്നില്ല. പിന്നീട് കുട്ടികൾ പറഞ്ഞിടത്തേക്ക്, കുട്ടികൾക്കും മമതയ്ക്കും ഒക്കെ വരാൻ പറ്റുന്ന ഒരിടത്തേക്ക് ഈ ചർച്ച മാറ്റുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതായത് അക്ഷരാർത്ഥത്തിൽ മമതയെ വെള്ളം കുടിപ്പിച്ച, വിറപ്പിച്ച, ഇല്ലെങ്കിൽ മമതയുടെ പൊളിറ്റിക്കലി വലിയ ഡാമേജ് ഉണ്ടാക്കിയ ഒരു കേസ് തന്നെയായിരുന്നു ആർജേക്കർ കേസ്. ആ കേസിൽ ഇന്നിപ്പോ മമതയുടെ സ്റ്റേറ്റ്മെന്റ് വിധി വരുമ്പോ കേൾക്കുന്നത്, വിധി വരുന്നതിന് മുൻപ് ഇന്ന് രാവിലെ മമതാ ബാനർജി നൽകിയ സ്റ്റേറ്റ്മെന്റ് വധശിക്ഷ തന്നെ നൽകണം എന്നാണ്. കാരണം മമതയ്ക്ക് കാര്യങ്ങൾ കൈവിട്ടെല്ലാം പോയി കഴിഞ്ഞു. നമ്മളെന്താ പറയുന്നത്, മൊത്തത്തിൽ നനഞ്ഞു കുളിച്ചു, ഇനിയിപ്പം നനഞ്ഞു നാറിയിരിക്കുന്നു, ഇനി എങ്ങനെയെങ്കിലും ഒന്ന് കയറി വരിക എന്നുള്ളതേ ഉള്ളൂ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ കാണും. ഇവിടെയാണ് നമ്മുടെ ഈ കേരളത്തിൽ നടന്ന ഈ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തുടക്കത്തിലേ കാണിച്ചിട്ടുള്ള ആ ഒരു ശുഷ്കാന്തി, അവരുടെ ഒരു പഴുതടച്ച് മറ്റേ കേസിൽ ഈ സഞ്ജയ് റോയുടെ കേസില് 44 പേജുള്ള ഒരു 45 പേജുള്ള ഒരു കുറ്റപത്രമായിരുന്നെങ്കിൽ ഗ്രീഷ്മയുടെ കേസിലേക്ക് വരുമ്പോൾ അത് 585 പേജുള്ള കുറ്റപത്രമായി മാറുന്നു. രണ്ടിടത്തും ശാസ്ത്രീയമായ തെളിവുകളാണ് യൂസ് ചെയ്തത്. രണ്ടിടത്തും ഒരുപാട് സമാനതകളുണ്ട് ഈ കേസുകൾക്ക്. അതായത് ഒരിടത്ത് ഒരു ഭരണകൂടവും പോലീസും കാണിച്ച അലംഭാവം ആണ് ഒരു ഭാഗത്തെങ്കിൽ, മറ്റൊരിടത്ത് ഈ ഉദ്യോഗസ്ഥന്മാർ നടത്തിയ അഭിനന്ദനാർഹമായ ഒരു അന്വേഷണ രീതിയാണ്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗ്രീഷ്മയുടെ കേസിൽ ആ കൊലപാതകത്തിന്റെ വ്യത്യസ്തത കൊണ്ട് അത് ശ്രദ്ധേയമാകുമ്പോൾ, മറ്റൊന്ന് രാഷ്ട്രീയപരമായി ഇന്ത്യയിൽ പുതിയ നിയമനിർമ്മാണം നടത്തേണ്ടി വന്നൊരു കേസ്, മമതാ ബാനർജി എന്ന് പറയുന്ന ഒരു വൻമരത്തിന്റെ അടിവേര് ഇളക്കിയ ഒരു കേസ്. അതോടൊപ്പം തന്നെ രാജ്യവ്യാപകമായി മെഡിക്കൽ വിദ്യാർത്ഥികൾ സ്തംഭിപ്പിച്ചത്, എയിംസ് ഉൾപ്പെടെ, എയിംസിന്റെ ഒക്കെ പല സ്ഥലങ്ങളിലും പല ഡിപ്പാർട്ട്മെന്റിലും വർക്കുകൾ ഉൾപ്പെടെ സ്തംഭിച്ചു നടന്ന സമരം,
കേന്ദ്ര സർക്കാരിന് ഇടപെടേണ്ടി വന്നു സമരം. അങ്ങനെ ഒരുപാട് ഉള്ള റീസൺ ഉള്ള ഒരു വലിയ കേസായിരുന്നു ആർജേക്കർ കേസ്. എനിക്ക് തോന്നുന്നു രാജ്യം ശ്രദ്ധിച്ച ഒരു വലിയ കേസ്. ഈ നിർഭയയുടെ കേസിന് ശേഷം രാജ്യം കാതോർത്തിരുന്ന ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. രാജ്യം കാതോർത്തിരുന്ന ഒരു കേസായിരുന്നു. ഇല്ലെങ്കിൽ രാജ്യം മുഴുവൻ അപ്ഡേഷൻസിന് വേണ്ടി നോക്കിക്കൊണ്ടിരുന്ന ഒരു കേസായിരുന്നു ആർജേക്കർ കേസ്. ഏതായാലും അതിന്റെ വിധി വരുമ്പോൾ സന്തോഷകരം, നല്ലത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും മമതാ ബാനർജിക്ക് ഏറ്റ കനത്ത തിരിച്ചടിയായി ഈ വിധിയെ BJP അടക്കം വ്യാഖ്യാനിക്കുന്നുണ്ട്. മമത ഇനിയെങ്കിലും രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് പറയുന്നത്. കാരണം ഈ കേസിൽ ഇത്രയധികം പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടും മമതയ്ക്ക് അത് സാധിച്ചില്ല എന്നുള്ളതാണ്. കയ്യൂക്കിന്റെ ബലത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിയെങ്കിലും മമത അവിടെയും ജനാധിപത്യത്തിന് മുമ്പിൽ പരാജയപ്പെടുകയായിരുന്നു. അതിനുശേഷമാണ് മമതാ ബാനർജി മമതയുടെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു സമരമുറയുണ്ട്. അതായത് സമരക്കാരോടൊപ്പം ചേർന്ന് നിന്ന് മമതയും സമരം ചെയ്യുക എന്നുള്ളതാണ് മമതയുടെ ആ ഒരു മുറ എന്ന് പറയുന്നത്. ആ മുറ മമത പുറത്തെടുത്തു. അതിലും മമതയ്ക്ക് ക്ലച്ച് പിടിക്കാൻ സാധിച്ചില്ല. വലിയ രീതിയിൽ നാണം കെട്ടു മമത. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന ആ സംസ്ഥാനം പൂർണ്ണ പരാജയമാണ് എന്ന് ഇന്ത്യക്ക് മുന്നിൽ തെളിയിക്കപ്പെട്ടു. ഇതേ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ചോദ്യം ചോദിക്കാൻ പോയപ്പോൾ രാഹുൽ ഗാന്ധി ക്ഷുഭിതനാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതായത് ഇന്ത്യ മുന്നണിയിലെ ഒരു സഖ്യകക്ഷിയായിട്ടുള്ള TMC അവർ ഭരിക്കുന്ന സംസ്ഥാനം വെസ്റ്റ് ബംഗാളിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു, നിങ്ങൾ പ്രതികരിക്കുന്നില്ലേ? കാരണം രാഹുൽ ഗാന്ധി സ്ത്രീകളുടെ, ദളിതരുടെ, ഡോക്ടർമാരുടെ, എഞ്ചിനീയർമാരുടെ, കർഷകരുടെ എല്ലാവരുടെ കാര്യത്തിലും വളരെയധികം വ്യാകുലനാണ്. അങ്ങനെയുള്ള കാര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി ആ വൈറ്റ് വയ്ക്കാമെന്ന ആളെ ഓട്ടിച്ചു വിടുന്ന കാഴ്ചയാണ് കണ്ടത്. ഞാനിപ്പോ വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് ആ വിഷലൊക്കെ വളരെയധികം ട്രെൻഡിങ് ആയിരുന്നു സോഷ്യൽ മീഡിയയിലാണ്. എന്തായാലും ഇപ്പോൾ ആ വിധി വരുമ്പോൾ ആ പെൺകുട്ടിയുടെ കുടുംബം ഏറെ ആശ്വാസത്തിലാണെന്ന് പറയാതിരിക്കാം. പക്ഷെ ആ വേദന കാരണമായിരിക്കണം അവർ ആ 17 ലക്ഷം രൂപ, അതായത് മമതാ ബാനർജിയുടെ ഈ വൃത്തികെട്ട നടപടികൾ കാരണം അതിൽ പ്രതിഷേധിച്ചാണ് ആ 17 ലക്ഷം രൂപ ഞങ്ങൾക്ക് വേണ്ട, അത് ഞങ്ങളുടെ പ്രതിഷേധമാണ് എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു ബിജർ, താങ്ക് യു സോ മച്ച്.